എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്വീഡിഷ് ആപ്പിൾ പൈയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പൈ ക്രസ്റ്റ് ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 ആപ്പിളാണ്. ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നടുഭാഗം ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് എടുക്കാം. നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുക്കാം. നമ്മളിവിടെ വളരെ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞും എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് അരിഞ്ഞ് എടുക്കുക. പല രീതിയിൽ ഇതേ റെസിപ്പി തന്നെ ട്രൈ ചെയ്യാറുണ്ട്. നമ്മളിപ്പം ആപ്പിൾ കുക്ക് ചെയ്യാതെയാണ് പൈ ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പിൾ കുറച്ച് ബട്ടറും ബ്രൗൺ ഷുഗറും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടും ഇതുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് സിനമൺ പൗഡറാണ്. അതായത് കറുവപ്പട്ട പൊടിച്ചതാണ്. 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഞ്ചസാരയും ആ സിനമൺ പൗഡറും എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രമാണോ പൈ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് പാത്രത്തിലേക്ക് നമുക്ക് ഈ ആപ്പിൾ ഏറ്റവും താഴത്തെ ലെയറായിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. കേക്ക് ടിൻ എടുക്കാം. ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ സെറാമിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുന്നത് സോസ് പാനിലാണ്. തീ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ്. 75 ഗ്രാം ബട്ടറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് പകുതി നെയ്യും പകുതി സൺഫ്ലവർ ഓയിലും എടുക്കാം. ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ബട്ടർ ചെറുതായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്രീമാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് പാലും ചേർക്കാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. ഇത് എക്സാക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളൊരു ഗോൾഡൻ സിറപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ പാൻ കേക്കിലൊക്കെ ഒഴിക്കുന്ന സിറപ്പാണ്. അപ്പോൾ അത് ഏത് വേണമെങ്കിലും ഒഴിക്കാം. അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മൈദയാണ്. ഈ മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതാണ്. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇത് ഒരുപാടൊന്നും കുക്കൊന്നും ആക്കണ്ട. ജസ്റ്റ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീയൊന്ന് ഓണാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. റോൾഡ് ഓട്സാണ് നമ്മൾ ഈ പൈക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ക്യുക്ക് ഓട്സ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. റോൾഡ് ഓട്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ മുകളിലായിട്ട് ഈ മിക്സ് ഒന്ന് നിരത്തി കൊടുക്കുക. ഏത് ഫ്രൂട്ട് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പൈ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഓട്സ് മിക്സ് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയി കിടക്കുന്ന ഓവനിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ആ സമയം വേരി ചെയ്യാം. 40 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ എടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക. മുകൾ ഭാഗം നല്ല ബ്രൗൺ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതേസമയം താഴെയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റുമാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പൈയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഓട്സ് മിക്സ് ഇങ്ങനെ ലെവൽ ചെയ്യുന്നതിന് പകരം ആപ്പിളും ഓട്സുമായിട്ട് മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം. പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ഒരു പീസൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ക്രീമിൻ്റെ കൂടെയോ ഐസ്ക്രീമിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ മോളുടെ ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തൊരു സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്